നമുക്ക് ബാങ്കായിട്ട് അടുത്ത് നമുക്ക് അറിയാൻ പറ്റും അവരൊരു പ്രഷർ, ഒരു ബാങ്കിൻ്റെ ഒരു മാനേജറുടെ പ്രഷർ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഇയാൾ മണ്ടറാന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാ മീഡിയക്കാരും അതെടുത്ത് വലിയ രീതിയിൽ പബ്ലിഷ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ആ മാനേജർ എന്ത് ചെയ്യണമായിരുന്നു, അവിടെ പോയി ഇടി ഉണ്ടാക്കിയിട്ട് അയാൾ രക്തസാക്ഷിയാവണമായിരുന്നോ? ശരിക്കും പറഞ്ഞാൽ പലപ്പോഴും പല ആൾക്കാർക്കും സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാമ്പത്തിക പ്രശ്നം വരുമ്പോൾ ഒളിച്ചു വെക്കും എല്ലാവരും. ഒളിച്ചു വെച്ച് പിന്നെ അത് വലിയൊരു പ്രശ്നമായിട്ട് മാറും. പിന്നെ നാട്ടുകാരെ ചെയ്തിട്ട് പിന്നെ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കും. അപ്പോൾ ഇതിനൊന്നും വേണ്ടത്. നമ്മളിപ്പോൾ ഇന്ന് ഒരു പ്രശ്നമുള്ള ഒരാൾ ഇപ്പം ഒരു ഞാൻ ഈ വീഡിയോ ആരെങ്കിലും കണ്ടിട്ട് അത് തീരുമാനിക്കണം ഞാൻ പറയുകയാണ്. നിങ്ങൾക്കിപ്പോൾ വലിയൊരു പ്രശ്നമുണ്ട്. ഈ പ്രശ്നം എത്ര വലിയ പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നമായാലും നിങ്ങൾ ആയിരുന്നൊരു പേപ്പറിൽ എഴുതാം, എനിക്ക് ഇത്ര ആൾക്കാർ കൊടുക്കാനുണ്ട്. ഒരു 10,000 ഒരാൾക്ക് കൊടുക്കാനുണ്ടെങ്കിൽ അതിന് 20% പലിശയ്ക്ക് എടുത്തിട്ട് ആ 10,000 കൊടുക്കും. ഈ 10,000 20% പലിശയ്ക്ക് എടുത്ത പൈസ എടുത്ത് അത് 15,000 ആയിട്ടുണ്ടാവും. പിന്നെ അതെടുത്ത് 30% പലിശയ്ക്ക് എടുത്തിട്ട് അത് കൊടുക്കും. പിന്നെ കയറി ഒരു 3-4 വർഷം കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒരു 10-20 ലക്ഷം ആയിട്ടുണ്ടാവും. സാർ, ഇപ്പോൾ പോട്ട ബാങ്ക് കവർച്ച, ഇപ്പോൾ അതിൽ ഈ പുള്ളി പറയുന്നുണ്ട് ആ ബാങ്ക് മാനേജർ അയാളൊരു മണ്ടനായിരുന്നു, അതുകൊണ്ടിട്ടാണ് എനിക്ക് അവിടെ നിന്ന് മോഷ്ടിക്കാൻ സാധിച്ചത്. ശരിക്കും ആ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ചിന്താ വീക്ഷണത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നമുക്ക് ബാങ്കായിട്ട് അടുത്ത് നമുക്ക് അറിയാൻ പറ്റും അവരൊരു പ്രഷർ, ഒരു ബാങ്കിൻ്റെ ഒരു മാനേജറുടെ പ്രഷർ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഇയാൾ മണ്ടറാന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാ മീഡിയക്കാരും അതെടുത്ത് വലിയ രീതിയിൽ പബ്ലിഷ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ആ മാനേജർ എന്ത് ചെയ്യണമായിരുന്നു, അവിടെ പോയി ഇടി ഉണ്ടാക്കിയിട്ട് അയാൾ രക്തസാക്ഷിയാവണമായിരുന്നോ? ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പത്രക്കാർ ഞാൻ ഞെട്ടിപ്പോയി ഇത് വാർത്ത കണ്ടിട്ട്. കാരണം ഇങ്ങനെയൊക്കെ ഒരു വാർത്ത, ഒരു എന്തായാലും ഒരു ബാങ്കിൻ്റെ ഒരു പൈസ പോയി ആ വാർത്ത വന്നു. ഈ കവർച്ച ചെയ്ത ആൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ബേസ് റൂട്ട് എന്താ? സാമ്പത്തികമാണ്. സാമ്പത്തിക ബുദ്ധിമുട്ട് വന്ന് ആരോടും പറഞ്ഞില്ല, അടിച്ചു പൊളിച്ച് നടന്നു. ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്, ഇദ്ദേഹത്തിൻ്റെ ഫാമിലി, ആ പിള്ളേർ 2 കുട്ടികളുണ്ടെന്നല്ലേ പറയണേ. 2 കുട്ടികളുടെ അവസ്ഥ, അവർ നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു കുടുംബമാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഒരു പൊട്ട ബുദ്ധിയിൽ അപ്പനിങ്ങനെ തോന്നി, ഇനി ഇങ്ങനെ സംഭവിച്ചു പോയി. അയാൾ കയറിയിട്ടാണെങ്കിൽ അതിനേലും വലിയ ഡേഞ്ചറായിട്ട് ഒരു വാർത്തയും പറഞ്ഞു, എന്ത് മാനേര് പൊട്ടനായി, അല്ലെങ്കിൽ ഇത് ഞാൻ കക്കില്ലായിരുന്നു എന്ന് പറഞ്ഞു. അത് കേട്ട് പത്രക്കാരെന്ത് ചെയ്തു, വാർത്തയും കൊടുത്തു. എനിക്ക് തോന്നുന്നില്ല ആ ഒരു വാർത്ത കൊടുത്തത് ശരിയായ രീതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരിക്കും മാനേജർ ഒരു ബുദ്ധിമാനായിരുന്നു എന്ന് വെച്ചാൽ ഇയാൾ എന്തായാലും പിടിക്കില്ല. ഞാൻ ചോദിക്കട്ടെ സുജീഷേ, ബുദ്ധിമാനല്ല എന്നുള്ളത് സുജീഷ് എന്ത് ചെയ്യുമായിരുന്നു? ഇങ്ങനെ ഒരാൾ വാക്കത്തിയായിട്ട് വരുമ്പോൾ നമ്മൾ ധൈര്യപൂർവ്വം, ഇനി എന്നെ കൊണ്ടൊന്നും പറ്റുമൊന്നുമില്ല, ഞാൻ ഓടും, അതിന് മുമ്പ് ഓടും. ഇത് ഈ വാർത്ത കൊടുക്കുമ്പോൾ ഉള്ള പ്രശ്നമാണ് ഇത്. ഇപ്പോൾ അയാൾ എന്തോരം മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ട് ഈ മാനേജർ, അയാളോട് തന്നെ ഒരു വിശ്വാസം നഷ്ടപ്പെട്ടുണ്ടാവില്ലേ? ഇങ്ങനെ ഈ ഞാൻ പൊട്ടനാണെന്നുള്ളൊരു ചിന്ത അയാളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവില്ലേ? എത്ര എനിക്കങ്ങനെ ഇല്ല എന്ന് പറഞ്ഞാലും സ്വാഭാവികമായിട്ടും അയാളുടെ മനസ്സിനെ അത് വേദനിപ്പിക്കുന്നുണ്ടാവില്ലേ? അപ്പോൾ ഇത് ഇങ്ങനെ വാർത്ത വരുമ്പോൾ, ഞാൻ സത്യത്തിൽ ഇങ്ങനെയുള്ള വാർത്തകൾ വരുമ്പോൾ ഞാൻ കെയർ ചെയ്യാറില്ല പൊതുവേ. പെട്ടെന്ന് ഞാൻ ഇത് നോക്കുമ്പോൾ ആരും പറഞ്ഞാൽ മാത്രമേ നോക്കാറുള്ളൂ. ഇപ്പോൾ ഈ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ് ഇപ്പോൾ വെഞ്ഞാറമ്മൂട് പ്രശ്നം. ഇതും ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെയൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ട് ഇത് ആഘോഷിക്കപ്പെടുകയാണ് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ. ഇങ്ങനെ നമുക്കുള്ള വാർത്ത കേൾക്കാൻ പോലും പറ്റാറില്ല. എനിക്ക് ഇങ്ങനെയുള്ള വാർത്ത വരുമ്പോൾ, അവിടെ വന്ന വാർത്ത വരുമ്പോൾ കേൾക്കാൻ പോലും പറ്റാറില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനൊരു കാര്യം പറയാം, ഉമ്മേനെയൊക്കെ ഇടിച്ചെന്ന് പറയുമ്പോഴേ അത് ഇതിൻ്റെ ലഹരിയുടെ പുറത്തായാലും അത് എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷേ അത് കാണുമ്പോൾ നമുക്ക് വാർത്ത പോലും വായിക്കാൻ പറ്റാറില്ല. ഇതിൻ്റെയൊക്കെ ബേസ് നോക്കുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഒരു സാമ്പത്തിക പ്രശ്നം വരുമ്പോൾ തന്നെ നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, സാമ്പത്തിക പ്രശ്നം ഒരു ക്രിമിനൽ കുറ്റമല്ല എന്നുള്ളത്. പലപ്പോഴും പല ആൾക്കാർക്കും സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാമ്പത്തിക പ്രശ്നം വരുമ്പോൾ ഒളിച്ചു വയ്ക്കും എല്ലാവരും. ഒളിച്ചു വെച്ച് പിന്നെ അത് വലിയൊരു പ്രശ്നമായിട്ട് മാറും. പിന്നെ നാട്ടുകാരെ ചെയ്തിട്ട് പിന്നെ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കും. അപ്പോൾ ഇതിനൊന്നും വേണ്ടത്. നമ്മളിപ്പോൾ ഇന്ന് ഒരു പ്രശ്നമുള്ള ഒരാൾ ഇപ്പം ഞാൻ ഈ വീഡിയോ ആരെങ്കിലും കണ്ടിട്ട് അത് തീരുമാനിക്കണം ഞാൻ പറയുകയാണ്. നിങ്ങൾക്കിപ്പോൾ വലിയൊരു പ്രശ്നമുണ്ട്. ഈ പ്രശ്നം എത്ര വലിയ പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നമായാലും നിങ്ങൾ ആയിരുന്നൊരു പേപ്പറിൽ എഴുതാം, എനിക്ക് ഇത്ര ആൾക്കാർ കൊടുക്കാനുണ്ട്. ആദ്യം തന്നെ ചെയ്യേണ്ട പരിപാടി ഈ വ്യക്തികളെ കൊടുക്കാനുള്ള ആൾക്കാരുടെ വീട്ടിലേക്ക് നിങ്ങൾ ചെന്നിട്ട് ഇവരുടെ അവസ്ഥ പറയാം. പലപ്പോഴും സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 10,000 ഒരാൾക്ക് കൊടുക്കാനുണ്ടെങ്കിൽ അതിന് 20% പലിശയ്ക്ക് എടുത്തിട്ട് ആ 10,000 കൊടുക്കും. ഈ 10,000 20% പലിശയ്ക്ക് എടുത്ത പൈസ എടുത്ത് അത് 15,000 ആയിട്ടുണ്ടാവും. പിന്നെ അതെടുത്ത് 30% പലിശയ്ക്ക് എടുത്തിട്ട് അത് കൊടുക്കും. പിന്നെ കയറി ഒരു 3-4 വർഷം കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒരു 10-20 ലക്ഷം ആയിട്ടുണ്ടാവും. ഈ കൊടുക്കാൻ ആൾക്കാരുടെ അടുത്ത് പോയി പറയുക, ഞങ്ങൾക്ക് സമയം തരണം, ഞങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ സമയം തരണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രോപ്പർട്ടി വിൽക്കാൻ സമയം തരണം.
ആദ്യം അവർ ഉടക്കും, ചൂടാവും, ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാക്കും. പക്ഷേ ഞാൻ പറയുന്നു അവരും റിയലൈസ് ചെയ്യും. കാരണം ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, അവർ ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ ആ രീതിയിൽ ചിന്തിച്ചു പോകും. എന്തെങ്കിലും വിൽക്കാനുണ്ടെങ്കിൽ ഞാൻ അത് വിറ്റ് അവർ കൊടുക്കാം. ആർക്കും കൊടുക്കണ്ടെന്നൊന്നും പറയില്ല. ഞാനൊരു ബാങ്കിനെ പറ്റിക്കണമെന്നോ അല്ലെങ്കിൽ ഒരു വ്യക്തിനെ പറ്റിക്കണമെന്നും പറയില്ല. എന്താ ഇത് തുടർന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ സുജീഷിന് ഞാൻ 20 ലക്ഷം തരാനുണ്ട്. സുജീഷിന് തരാനായിട്ട് ഞാൻ വേറെ ആളുടെ നിന്ന് 20 ലക്ഷം വാങ്ങിച്ചിട്ട് വേറെ ആളിന് പെടുത്തും. അടുത്ത ആളുകൾ, അങ്ങനെ ഒരുപാട് ആൾക്കാരെ ഇതിനകത്തേക്ക് പെടുത്തി ഒരാൾക്ക് മാത്രം വരേണ്ട ഒരു ബാധ്യത എല്ലാവരിലേക്കും എത്തിച്ച് അവസാനം ഒരുപാട് ആൾക്കാർക്ക് ബാധ്യതപ്പെട്ടവൻ തീരേണ്ടി വരും. തുടക്കത്തിൽ തന്നെ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ കേൾക്കാൻ മനസ്സുള്ള ആൾക്കാരോട് പറയാം എന്നുള്ളതാണ് അസ് എ ലോൺ കോച്ച് എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത്.